ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2018 നടത്തിയ എക്സാമിൽ നിന്നുള്ള GK ചോദ്യങ്ങൾ. നമ്മൾ മുൻകാല ചോദ്യങ്ങൾ പഠിക്കുക വഴി ഇനിയുള്ള എക്സാമിന് ഉയർന്ന മാർക്ക് മേടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഈ ചോദ്യവും ഉത്തരവും നോക്കാം. ആദ്യ ചോദ്യം, കേന്ദ്ര IT പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി. PSCയുടെ ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ്. മലയാളി ആയ അൽഫോൺസ് കണ്ണന്താനം നമ്മുടെ IT സഹകരണ മന്ത്രി ആയിരുന്നു, സഹമന്ത്രി ആയിരുന്നു. അപ്പോൾ അതുദ്ദേശിച്ചാണ് PSC ചോദിച്ചത്. നമുക്കിനി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാർ അത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ആഭ്യന്തരമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി ആ വാക്കിൽ തന്നെയുണ്ട്, ആ ഫോർ അമിത് ഷാ എന്ന് പഠിക്കുക. രാജ്നാഥ് സിംഗ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പ്രതിരോധം. അപ്പോൾ പ്രതിരോധ വകുപ്പ് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? രാജ്നാഥ് സിംഗ്. ധനകാര്യം കൈകാര്യം ചെയ്യുന്നു നിർമ്മല സീതാരാമൻ. വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു S ജയശങ്കർ. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം തുടരുന്നു. രാംവിലാസ് പാസ്വാൻ എന്താണ്? ഭക്ഷ്യവകുപ്പ് മന്ത്രി. രവിശങ്കർ പ്രസാദ് നിയമവകുപ്പ് മന്ത്രിയാണ്. അശ്വിനി വൈഷ്ണവ് അത് റെയിൽവേ വകുപ്പ് മന്ത്രി. അപ്പോൾ അശ്വിനി റെയിൽവേ വകുപ്പ്. അപ്പോൾ ഇത്രയും വകുപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവ തന്നെയാണ് എപ്പോഴും ചോദിച്ച് കാണാറുള്ളത്. അടുത്ത ചോദ്യം, ദ മാസ്റ്റർ ഐ സാ ഹിം ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ആൻസർ ഓപ്ഷൻ A സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ആര് രചിച്ചു എന്നല്ല, സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള സിസ്റ്റർ നിവേദിത എഴുതിയ ബുക്കാണ് ഏത്? ദ മാസ്റ്റർ ആസ് ഐ സാ ഹിം. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ വിദേശ വനിത ആണ് ആര്? സിസ്റ്റർ നിവേദിത. രാജ്യം ഏതാണ്? അയർലൻഡാണ്. ഇന്ത്യക്ക് വേണ്ടി ഒരു പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാലും അത് സിസ്റ്റർ നിവേദിത. അപ്പോൾ എന്താണ്? ഇന്ത്യക്ക് വേണ്ടി ഒരു പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തു. ഇവരുടെ ആദ്യകാല നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. എന്താണ്? മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചു സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹത്തിൻ്റെ ജനനം 1863 ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ചോദ്യമാണ് ചിക്കാഗോ സമ്മേളനം. വർഷം പ്രധാനം 1893. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? രാജ രവിവർമ്മ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇത്രയും കണ്ടന്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന വിശേഷണം ആണ് ഓപ്ഷൻ A ഹിമാദ്രി. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും വടക്കേ അറ്റത്ത് കാണുന്നതും ഏതാണ്? നമ്മുടെ ഹിമാദ്രി, ഏറ്റവും ഉയരം കൂടിയത്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നു നമ്മുടെ ഹിമാദ്രി. ഇനി ഹിമാചൽ, ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായും ഇതിനെ ലെസ്സർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയ ഏതാണ്? ഹിമാദ്രി. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നു ഹിമാചൽ. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഹിമാചലിലാണ്. ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സിംല ഏത് പർവ്വത നിരയിലാണ്? ഹിമാചൽ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഹിമാചൽ. അടുത്ത ചോദ്യം നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകി ഏതിനാണ്? കൃഷി. ഓപ്ഷൻ D കൃഷി. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. പ്രാധാന്യം നൽകി കൃഷി. എന്നാൽ 2ാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു പ്രാധാന്യം? വ്യവസായം. അത് PC മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, 2017 ഓഗസ്റ്റിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സാംസങ് വൈസ് ചെയർമാൻ. ഇത് പഠിക്കേണ്ട നമുക്ക്, ആ സമയത്ത് കറണ്ടിൽ ചോദിച്ച ചോദ്യമാണ്. എന്നാലും ആൻസർ
ഓപ്ഷൻ ബി ലിജെ യോങ്. ഒറ്റയാനെ കണ്ടെത്തുക. നെല്ല്, ചോളം, ചണം, ഗോതമ്പ്. ഇപ്പോൾ PSC കൊടുത്ത ആൻസർ ഓപ്ഷൻ സി ആണ്. എന്നാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗോതമ്പ്. അങ്ങനെ ഒരു ഇതായിട്ടും എടുക്കാം. അല്ലെങ്കിൽ ചണം എന്ന് പറയുന്നത് ഒരു നാണ്യവിള വർഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പോൾ PSC കൊടുത്ത ആൻസർ ചണം എന്നാണ്. എന്നാൽ ഗോതമ്പും വരും. കാരണം നെല്ല്, ചോളം, ചണം ഇവ എന്താണ്, ഖാരിഫ് വിളയാണ്. എന്നാൽ ഗോതമ്പ് റാബി വിള. ഇനി നാണ്യവിള വെച്ച് നോക്കുവാണെങ്കിൽ ചണം ഒരു നാണ്യവിളയാണ്. അപ്പോൾ നമുക്ക് ഈ ഖാരിഫ്, റാബി, സൈദ് വിളകൾ അതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതായത് പരുത്തി, എള്ള്, നെല്ല്, കരിമ്പ്, ചോളം, ബാർലി. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഖാരിഫ് വിളകൾ. അപ്പോൾ ഇതിനൊരു ഒരു കോഡൊക്കെ ഉണ്ട്. പനിച്ച, എനക്ക്, പനിച്ച, എനക്ക്, ചോറ് ബജി, ചോറ് ബജി എന്നാണ് കോഡ്. അതായത് പനിച്ച ഫോർ പരുത്തി, എനക്ക് എ ഫോർ എള്ള്, നെ ഫോർ നെല്ല്, കാ ഫോർ കരിമ്പ്, ചോറ് അതായത് ചോളം, പിന്നെ റ് എന്ന് പറയുന്നത് ബാർലി. അപ്പോൾ ഈ ഒരു കോഡിൽ ഖാരിഫ് വിളകൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി റാബി വിളയിൽ ഏറ്റവും പ്രധാനം ഗോതമ്പാണ്. പിന്നെ പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സൈദ് എല്ലാവർക്കും അറിയാം, പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ഇവയുടെ കാലം ഒന്ന് ഓർത്തിരിക്കുക. ഒരു കോഡ് വെച്ച് പഠിച്ചാൽ മതി. JNM. ഈ 3 ലെറ്ററും ഒന്ന് ഓർഡറിൽ ഒന്ന് ഓർത്തിരിക്കുക. JNM. അതായത് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് അവയുടെ വിളവ് നടുന്നത് ജൂണിലും വിളവെടുക്കുന്നത് നവംബറിലും. റാബി വിളകൾ നവംബറിൽ വിളയിറക്കുന്നു, മാർച്ചിൽ വിളവെടുക്കുന്നു. സെയ്ദ് വിളകൾ എന്ന് പറയുന്നത് മാർച്ചിൽ വിളവ് നടുന്നു, ജൂണിൽ വിളവെടുക്കുന്നു. അപ്പോൾ ഈ ഒരു JN എന്ന കോഡിലും ഖാരിഫ്, റാബി, സൈദ്, അപ്പോൾ ആ ഒരു ഓർഡറിൽ ഒന്ന് ഓർത്തിരുന്നാൽ ഈ ഒരു മേഖലയിലെ മാർക്ക് നമുക്ക് നഷ്ടമാകില്ല. അടുത്ത ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ വല്ലഭായ് പട്ടേൽ എവിടത്തുകാരനാണെന്ന് നമുക്കറിയാം, ഗുജറാത്തുകാരനാണ്. അങ്ങനെയെങ്കിൽ എവിടെ തന്നെ വരും? അഹമ്മദാബാദ്. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളും സ്ഥലങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ചൗധരി ചരൺ സിംഗ് എവിടെയാണ്? ലക്നൗ. ചൗധരി ചരൺ സിംഗ് എവിടെയാണ്? ലക്നൗ. രാജീവ് ഗാന്ധി വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ബജ്പേയി സ്ഥിതി ചെയ്യുന്നു കർണാടക. സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ്. ഉംറോയ് എവിടെയാണ്? ഷില്ലോങ്. തുലിഹാൻ വിമാനത്താവളം ഇംഫാൽ. അപ്പോൾ ഇവിടെ പേരിൽ നിന്ന് തന്നെ ഏകദേശം എല്ലാം നമുക്ക് കിട്ടും. ഉംറോയ് ഷില്ലോങ്, ഉംറോയ് ഷില്ലോങ്, ആ ഒരു ടോണിൽ അങ്ങ് പഠിക്കുക. ഉംറോയ് ഷില്ലോങ്. തുലിഹാൻ ഇംഫാൽ, തുലിഹാൻ ഇംഫാൽ. സീറോ അരുണാചൽ പ്രദേശ്. ബജ്പേയി കർണാടക. ഇന്ദിരാഗാന്ധി എവിടെയാണ്? ന്യൂഡൽഹി. ചൗധരി ചരൺ സിംഗ് ലക്നൗ. അടുത്ത ചോദ്യം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ആര്? മലയാളി ആയ ടെസി തോമസ്. അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ്. ഇത് PSC ആൻസർ ക്യാൻസൽ ചെയ്തു. എന്നാൽ ആൻസർ ഉണ്ട്, വിദ്യായാത്ര. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വിദ്യായാത്ര. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. അപ്പോൾ അതുല്യം എന്താണ്? സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം, എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ഏത്? അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷൻ കീഴിൽ ആരംഭിച്ച ട്രാൻസ്ജെൻഡർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത്? സമന്വയം. അപ്പോൾ ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് സമന്വയം. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരാനുള്ള സംസ്ഥാന പദ്ധതിയാണ് ചിരി. കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്ക് ശബ്ദത്തിലൂടെ ഓഡിയോ പുസ്തകം തയ്യാറാക്കുന്ന SCERT പദ്ധതിയാണ് ശ്രുതി പാഠം.
6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നേത്ര ചികിത്സാ പദ്ധതി ഏതാണ്? മിഴി. അപ്പോൾ പദ്ധതികളെല്ലാം ആ വാക്കുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആൻസറിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ് ബാങ്ക്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തെയാണ്? 8ാമത്തേത്. ഉദ്ഘാടനം ചെയ്തു 2017. 2017 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആരോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്? പാകിസ്ഥാനോട്. ഇന്ത്യയിലെ വാനമ്പാടി ഓപ്ഷൻ സി സരോജിനി നായിഡു. ബ്രഹ്മപുത്ര നദി ഉദ്ഭവിക്കുന്നു എവിടെയാണ്? ഓപ്ഷൻ എ ചെമായുങ്തുങ്. PSC ഇതിൽ ഫൈനൽ ആൻസർ ആയിട്ട് കൊടുത്തത് മാനസ സരോവറാണ്. മാനസ സരോവർ ഏത് നദിയാണ്? സിന്ധു നദി. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ്? ഓപ്ഷൻ ഡി സന്താൽ കലാപം. ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. അപ്പോൾ ഇവിടെ കേന്ദ്ര ലളിതകല അക്കാദമി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ന്യൂഡൽഹി. എടക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി പ്രാചീന ശിലായുഗം. അതൊന്ന് ക്ലിയർ ചെയ്യുക, നവീന ശിലായുഗമാണ്. അപ്പോൾ എടക്കൽ ഗുഹ ഏതാണ്? നവീന ശിലായുഗത്തിലാണ് വരുന്നത്. കൊല്ലം തേനി ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ഡി NH 220. അപ്പോൾ ദേശീയപാതകളിൽ നിന്ന് PSCക്ക് എപ്പോഴും കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ NH 220 എന്ന പഴയ പേരാണ്. അതിൻ്റെ പുതിയ പേര് ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? NH 183. അപ്പോൾ NH 183 കൊല്ലം തേനി. NH 212 ഇപ്പോഴത്തെ പുതിയ പേര് NH 766 കോഴിക്കോട് മുത്തങ്ങ. അടുത്ത് NH 213 പഴയ പേരാണ്, ഇപ്പോൾ 966 ആക്കിയിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുന്ന ഫറോക്ക് പാലക്കാട്. അപ്പോൾ ഇവിടെ NH 220 അത് പഴയതാണ്, അത് 183 ആയിട്ടുണ്ട്, കണക്ട് ചെയ്യുന്നു കൊല്ലം തേനി. NH 212 അതിപ്പോൾ 766 ആയിട്ട് മാറിയിട്ടുണ്ട്, അത് കോഴിക്കോട് മുത്തങ്ങ. 213 ഫറോക്ക് പാലക്കാട്. അപ്പോൾ ഇത്രയും മൂന്നുമാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക, ഒന്ന് എഴുതി തന്നെ പഠിക്കുക ഇതൊക്കെ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ്? ഓപ്ഷൻ സി രാധാകാന്ത ദേവ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപം കൊണ്ടു എത്രയാണ്? 1851. ഇതിൻ്റെ ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ദേവേന്ദ്രനാഥ ടാഗോർ, പ്രസിഡന്റ് രാധാകാന്ത ദേവ്. അപ്പോൾ ഇത് രണ്ട് തെറ്റിപ്പോകരുത്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് രൂപം കൊണ്ടു 1851. ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത ദേവ്, എന്നാൽ ആദ്യ സെക്രട്ടറി ചോദിച്ചാൽ അത് ദേവേന്ദ്രനാഥ ടാഗോർ. ഇനി 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു ആര്? ദാദാഭായ് നവറോജി. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇനി 1870 സാർവജനിക് സഭ സ്ഥാപിച്ചു ആര്? മഹാദേവ ഗോവിന്ദ റാനഡെ. 1876 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു ആര്? സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ ഇതും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു? IK കുമാരൻ മാസ്റ്റർ. ഓപ്ഷൻ ഡി IK കുമാരൻ മാസ്റ്റർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ അതിനോട് അനുബന്ധമായതും കൂടെ ചേർത്ത് പഠിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.